അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് കണക്ട് ആവുന്നത് എന്നുള്ള ഒരു സാധനം കുറെ കൂടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയ ഒരു സാഹചര്യമാണിതെന്നാണ്. LPG ക്ഷാമം അനുഭവിക്കുന്നതും ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ വേണ്ടത്ര ഇന്ധനം ലഭിക്കാത്തതും. 30 ലക്ഷത്തോളം അടുക്കളയാണ് സ്തംഭിച്ചു എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പെട്രോളിയം മന്ത്രിയുടെ കണക്ക് പറയുന്നത്. ഇതിന്റെ റൂട്ട് കോസ് എവിടെയാണ് കിടക്കുന്നത്? ഈവൻ ഇസ്രായേൽ എന്തിനു ആക്രമിച്ചു ഇറാനെ? എന്തുകൊണ്ടാണ് US ഇസ്രായേലിനെ ഇതിന് ബാക്ക് ചെയ്യുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. യുദ്ധം തുടങ്ങിയിട്ട് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഈ 2 ആഴ്ച കൊണ്ട് ഉണ്ടായേക്കണ സംഭവവികാസങ്ങളാണ് ഇത്. ഇല്ല, അദ്ദേഹം കൈകാര്യം ചെയ്യണ വകുപ്പ് എന്റെ അറിവിൽ പെട്രോളിയം ഗ്യാസ് തന്നെയാന്ന് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് പരിമിതി? പക്ഷെ അദ്ദേഹം കൈയൊഴിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. ഇന്നലെ ഞാൻ ഈ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. വളരെ വിശന്നിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ കുക്കറിൽ അരിയും പയറൊക്കെ വേഗം ഒന്നിച്ചിട്ട് കുളിക്കാൻ കയറുന്നു. തിരിച്ചു വരുമ്പോഴേക്കും കഞ്ഞി റെഡി ആവുമല്ലോ, വിസിലടിക്കല്ലേ വേണ്ട. അപ്പോൾ അങ്ങനെ കുളിക്കാൻ കയറുന്നു. വേഗം ഒരു കുളി പാസ്സാക്കി തിരിച്ച് അടുക്കളയിൽ ഓടിയെത്തുമ്പോൾ വിസിലടിക്കണമൊന്നുമില്ല, ഗ്യാസ് തീർന്നു. നമ്മൾ അപ്പോൾ പിന്നെന്താ, നമ്മുടെ അടുത്ത വഴി എന്ന് പറഞ്ഞാൽ ഏജൻസിക്കാരനെ വിളിക്കുക, അല്ലെങ്കിൽ ഏജൻസിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഏജൻസിക്കാരനെ വിളിക്കുക എന്നുള്ളത്. വൈകിയ കാരണമായിരിക്കും ഏജൻസി ഫോൺ എടുക്കാത്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഏജൻസിക്കാരനെ വിളിച്ചപ്പോൾ അദ്ദേഹവും ഫോൺ എടുക്കുന്നില്ല. പിന്നെയാണ് വീട്ടിലൊക്കെ വിളിച്ചപ്പോഴാണ് വീട്ടിലും ഗ്യാസിന് കിട്ടില്ല. അപ്പം അനിയനെ വിളിച്ചു, മെസ്സിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ മെസ്സ് പൂട്ടി. അപ്പോൾ ഇനി അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടൽ അഭയം നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കരമനയിലെ ഏറ്റവും മൂവിങ് ആയിട്ട് 24 hours ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലാണ് സംതൃപ്തി പൂട്ടി. അപ്പം പിന്നെ പള്ളിയിൽ ഇപ്പം ഈ ജുമ അവിടെ നോമ്പുകളുള്ള കാരണം, റംസാൻ നോമ്പ് നടക്കണ കാരണം നമുക്ക് കുറച്ച് ഭക്ഷണം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓടിക്കുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതം. നമ്മുടെ ചുറ്റും നടന്നതായിട്ട് കരുതപ്പെടുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ നമ്മൾ TV-യിൽ ന്യൂസിൻ്റെ പാർട്ടായിട്ടും അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ അടുക്കള വരെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ അടുത്ത കാലത്ത് ഇത് ആദ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഇതുവരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കണക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്കായിരിക്കുന്നത് തോന്നുന്നത്. അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് കണക്ട് ആവുന്നത് എന്നുള്ളൊരു സാധനം കുറെ കൂടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയ ഒരു സാഹചര്യമാണിതെന്നാണ് എൻ്റെ ഒരു ടേക്ക് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതൊരു ഗ്ലോബൽ കണക്ഷൻ ആണല്ലോ. അപ്പോ ഒരാള് ഇപ്പൊ ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം എന്ന് പറയുന്ന മനുഷ്യന്റെ സാധാരണയായിട്ടുള്ള ഒരു യുക്തി വർക്കാവുന്നില്ല എന്നതിനോടൊപ്പം തന്നെ അതെ അതോടൊപ്പം തന്നെ ഒരാളും ഒറ്റയ്ക്കല്ല, ഒരു കുടുംബത്തിന് മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല, ഒരു സമൂഹത്തിന് മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല, ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഇതൊക്കെ തന്നെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി തന്നെ നമ്മളെല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ LPG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ 90% ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ LPG-യുടെ ഇത്രത്തോളം ഏകദേശം 60% ബ്ലോക്ക് ആവുകയാണ്. അതുകൊണ്ടാണ് LPG ക്ഷാമം അനുഭവിക്കുന്നതും ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ വേണ്ടത്ര ഇന്ധനം ലഭിക്കാത്തതും. അപ്പൊ ഈ ഒരു കണക്ഷനെ മനസ്സിലാക്കാൻ കൂടി ഈ പറയുന്ന പ്രശ്നം നമ്മളെ സഹായിച്ചു എന്ന് കൂടി മനസ്സിലാക്കാം. ഈ ഇന്ധനത്തിന്റെ കാര്യത്തില് കരുതൽ ശേഖരം വെക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ട്. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വിറകടുപ്പിലേക്കും മൺചട്ടിയിലേക്കും പിന്നെ മറ്റേ പുളിവിറകിന്റെ ചൂടിനെ പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു വീണ്ടും പ്രകൃതിയുടെ അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ മികച്ചതാണെന്ന് പറയുകയും അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്കാണോ ഇനി ഈ സാധനം അവസാനം ചെന്ന് എത്താൻ പോണത്? നേരത്തെ പറഞ്ഞ ഒറിജിനൽ ആയിട്ടുള്ള കോർ വിഷയത്തെ തൊടാതെ വളഞ്ഞ് അങ്ങനെ പോകാനുള്ള സാധ്യതയും ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷയം. അതെ, അതിന് അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ മതം ഒരു ഭരണ സംവിധാനം, ഒരു ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറകിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ രാജ്യം ഇപ്പം അങ്ങനത്തെ ഒരു പല ഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പരിഹാരം കാണാം. ഇലക്ട്രിസിറ്റി, അതേപോലെ ഇവർക്ക് ഇപ്പം 30 ലക്ഷത്തോളം അടുക്കളയാണ് സ്തംഭിച്ചു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പെട്രോളിയം മന്ത്രിയുടെ കണക്ക് പറയുന്നത്.
പക്ഷെ ഇതേപോലെ പരിഹാരം ഇവർക്ക് പറയാൻ പറ്റുന്ന ഇവർ പ്രത്യേകിച്ച് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ. കൊറോണ വരുമ്പോൾ കൈ കൊട്ടുന്നു, പാത്രത്തിലടിക്കുന്നു, അപ്പൊ കൊറോണ പോവും. പിന്നെ അപ്പോ നമ്മളെ ചാണകം, അതെ. അപ്പൊ അവരുടെ പരിഹാരം ഈ പറഞ്ഞ പോലെ വിറകിൽ വെക്കും, ചാണകം കത്തിക്കുന്നുള്ള. പക്ഷെ ഈ പറഞ്ഞ പോലെ അടുക്കള മാത്രമാണ് സ്തംഭിച്ചത്. പക്ഷെ ഒരുപാട് വണ്ടികൾ ഇനി നിരത്തിൽ വണ്ടികൾ ഓടില്ല. അപ്പൊ ഈ വണ്ടികളിനെ ഇവരെന്ത് ചെയ്യും? ഇനിയിപ്പോ നമ്മൾക്ക് മറ്റേ പുഷ്പക വിമാനം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ഇപ്പം എന്റെ അടുക്കള വരെ എത്തി നിൽക്കുന്നു. സിനിമാ മേഖല സ്തംഭിച്ചു. സിനിമാ മേഖലയിലെ അടുക്കള അതെ പ്രതിസന്ധിയിലാണ്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കുന്ന സമയത്ത് സിനിമ എപ്പോഴും പറഞ്ഞത് കറക്റ്റാണ്. ഏത് രീതിയിലാണെങ്കിലും സിനിമ ഒരു മാസ് ഓഡിയൻസിനെ എന്തായാലും എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സിനിമകൾ ഒരു ശ്യാം പുഷ്കറിന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. സന്ദേശം എന്ന സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ശ്യാം പുഷ്കർ പറയുന്നുണ്ട് ഒരു സന്ദേശം ഇല്ലാത്ത സിനിമയാണെന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക, സിനിമ എടുക്കുന്നവർ, ഈ മാസ് ഓഡിയൻസിന്, കലാകാരന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി കുറച്ചും കൂടി എന്താ പറയുക സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അപ്പോൾ അവരുടെ മേഖലനെ തന്നെ ഇത്രയും പ്രതിസന്ധി, വണ്ടികൾ ഓടാതിരിക്കുമ്പോഴും സിനിമ മേഖലനെ ഭയങ്കരമായിട്ട് എന്താണ് പ്രതിസന്ധിയിലാക്കും, ബാധിക്കും. അപ്പോൾ സംവിധായകരും കൂടി കുറച്ചും കൂടി രാഷ്ട്രീയവൽക്കരിക്കാൻ എന്താണ് ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും, ആ നാട്ടിലെ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഇതൊക്കെ അനുഭവിക്കുന്നുള്ളൂ എന്നുള്ളൊരു സാധനമുണ്ട്. സ്ത്രീകളും കുട്ടികളും മാത്രമല്ല, ഈ ലോകം കണക്റ്റഡ് ആണ് എല്ലാ രീതിയിലും. ഇപ്പം നമ്മുടെ നാട്ടിലെ മലയാളികളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. മലയാളികളുടെ എന്താണ് സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് അതിൽ പകുതിയിലധികം വരുന്നത് വിദേശത്തുള്ള നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്ന സാമ്പത്തിക സ്രോതസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനെ നന്നായി ബാധിക്കും. ഒരുപാട് വീടുകൾ സ്തംഭിക്കും. അടുക്കള മാത്രമല്ല, അവരുടെ ജീവിതം സ്തംഭിക്കും. അല്ല, ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്വിഗ്ഗി ഓടുന്ന പോലുള്ള അതുമൊക്കെ തൊഴിൽ നഷ്ടമല്ലേ അവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഹോട്ടൽസ് അടച്ചു പൂട്ടുന്നു, അല്ലെങ്കിൽ അതിനോടനുബന്ധമായി നിൽക്കുന്ന പല സംഭവങ്ങളും ഒരുപാട് വ്യാപാരികള് അതോടനുബന്ധിച്ചിട്ട് എല്ലാ തരത്തിലുള്ള തൊഴിൽ നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട്. ഓട്ടോ ഓടിക്കുന്ന ഒരാൾ മുതൽ എനിക്കൊന്ന് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ വരെ ബാധിക്കുന്ന തരത്തിലാണ് ഈ സംഭവം പോകുന്നത്. ഇപ്പം മുന്നേ പറഞ്ഞ പോലെ യുദ്ധം തുടങ്ങിയിട്ട് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഈ 2 ആഴ്ച കൊണ്ട് ഉണ്ടായേക്കണ സംഭവവികാസങ്ങളാണ് ഇത്. ഈ ഹോർമസ് കടലിടുക്കിൽ കൂടെ മാത്രമാണ് നമുക്ക് പറ്റുകയെന്ന് പറയുമ്പോഴും എനിക്ക് കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു, റഷ്യയിലും ചൈനയ്ക്കും ഇറാനുമായിട്ട് ഓൾറെഡി ഒരു കരാറുകളൊക്കെ ഉണ്ട്. കരാറെന്നാണോ വാക്കിനെ പറയേണ്ടതെന്ന്, അതായത് സേഫ് ആയിട്ട് പോകാനുള്ള സംവിധാനങ്ങൾ അവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയുടെ കേസിൽ അത് അങ്ങനെയല്ല വരുന്നത്. ഓരോ കപ്പൽ കടന്നു പോകണമെങ്കിലും 2 തലത്തിലുള്ള സാങ്ഷൻസ് അവർക്ക് കിട്ടണം. ഉപരോധം എന്നുള്ള അർത്ഥത്തിലല്ല, കടന്നു പോകാനുള്ള അനുമതി കിട്ടണം. ആ അനുമതി കിട്ടണമെങ്കിൽ ഓരോ കേസും പ്രത്യേകമായി പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയും ഇറാനും ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ളൊരു, അമേരിക്കയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പം ഇറാനെ പിണക്കാതെ ഈ സംഭവം സാധ്യമാകും. കാര്യം എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. അതായത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ പോലെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇറാനിൽ നിന്നാണ് നമുക്കത് മേജറായിട്ട് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്നൊരു വിഷയം നമ്മളുടെ സാധാരണ ജനതയുടെ ജീവിതത്തെ അത്ര കണ്ടത് ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളൊരു കാര്യം കൂടി ഇതിലുണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, എനിക്കുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര അസാമാന്യ നേതാവാണെന്നൊക്കെയാണല്ലോ വെപ്പ്. ഭയങ്കര എന്താ പറയുക, അമാനുഷിക ശക്തിയുള്ള വ്യക്തി എന്നുള്ള രീതിയിലേക്ക് പോലും ഉപമകൾ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇതിലൊരു വ്യക്തമായിട്ടുള്ളൊരു നിലപാടില്ല ഈ കാര്യത്തിൽ? അതുപോലെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്, ട്രംപ് എത്രത്തോളം, ഇപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യക്ക് ഇനി മുതൽ ഒരു 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാമെന്ന് ട്രംപ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര രാജ്യമാണ്, റിപ്പബ്ലിക്കാണ്. അതേസമയം ട്രംപ് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി വളരെ നയതന്ത്രപരമായി നല്ല ബന്ധങ്ങൾ ഒരുപാട് രാജ്യങ്ങളുമായി സൂക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥ വളരെ മോശമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയുമായി ഇന്ത്യക്ക് നല്ലൊരു ബന്ധമുണ്ട്. അതായിക്കോട്ടെ, ഇറാനുമായിട്ടുള്ളതായിക്കോട്ടെ, US-ഉമായിട്ടുള്ള ഈ ബന്ധങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ US-ന് ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അതൊന്ന് സൈനികപരമാണ്. ഇപ്പോൾ അവർ ഡ്രോൺ മേക്കിംഗ് സെന്റേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളാണെങ്കിലും ഇതൊക്കെ ആക്രമിച്ച് ഇവരെ പരമാവധി, അതായത് US-നുള്ള ഒരു പോലീസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പദവി പരമാവധി ഊട്ടിയുറപ്പിക്കുക, ഓപ്പോസിഷൻ നിൽക്കുന്നവരെ
ഇല്ലാതാക്കുക, അതിന് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഭരണം നമുക്കറിയാം, അലി ഖമേനി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം, കൊലപാതകത്തിന് ശേഷം അവിടെ മകൻ മുസ്തഫ ഖമേനി വരുന്നു. അപ്പൊ ഇവരുടെ ആ ഒരു ഭരണരീതി ഇല്ലാതാക്കുകയും അതും US കീഴിൽ കൊണ്ടുവരിക, അതായത് തനിക്ക് മുകളിൽ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള US ആശയപ്രകാരം തന്നെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. പൂർണ്ണമായി സാമ്രാജ്യത്വപരമായ നിലപാടല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. അതിൽ നമ്മൾ ഇറാനെ സമ്മതിച്ചേ പറ്റുള്ളൂ. ബാക്കിയുള്ള ഭരണപരമായിട്ട് നമുക്ക് പെട്ടെന്ന്, പക്ഷെ ഇതുവരെയും കീഴടങ്ങി ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇറാന്റെ കയ്യിലുള്ള എല്ലാ ഇതും നശിപ്പിച്ചു എന്നാണ് പറയുന്നത്, അതായത് അമേരിക്കയുടെ അവകാശവാദം. പക്ഷെ ഇറാൻ അതൊക്കെ സുരക്ഷിതമായി ഒരു മലയിടുക്കിന്റെ കീഴിൽ സുരക്ഷിതമായി എത്തിച്ചു. ഇനിയും പ്രഹരിക്കാൻ അവരുടെ കയ്യിൽ, പ്രഹരമേൽപ്പിക്കാൻ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇറാൻ ഇതുവരെ കീഴടങ്ങിയിട്ടില്ല എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം ഈ യുദ്ധത്തിനൊരു പരിഹാരം വേണമെന്നുള്ളൊരു മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഞാൻ. ഈ യുദ്ധം കൊണ്ട് നമ്മൾക്ക് ഒന്നും നേടാനില്ല. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങളാണെങ്കിലും, കാരണം ഈ പറഞ്ഞ പോലെ എവിടെയോ കിടക്കുന്ന കേരളത്തിലുള്ള, ഇന്ത്യയിൽ തന്നെ എവിടെയോ കിടക്കുന്ന ഒരു അറ്റത്തുള്ള കേരളത്തിലത്തെ അടുക്കള വരെ നമ്മളെ ബാധിച്ചു തുടങ്ങി. ശരിക്കും ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കാര്യക്ഷമത ഇല്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. മനസ്സിലാക്കിക്കൂടെ, യുണൈറ്റഡ് നേഷൻസ് ആരുടെ ഇച്ഛ എന്താണ് ഇതനുസരിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. കാരണം അമേരിക്കയ്ക്ക് ഇതൊരു വിരലനക്കാൻ UN ഇതുവരെ പറ്റിയിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ UN ഉണ്ടാക്കുന്നത് തന്നെ ഇനി ഒരു യുദ്ധം ഉണ്ടാവരുത് എന്നുള്ള ആശയത്തിന്റെ ഭാഗത്തിന്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈവൻ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും തന്നെ കാര്യമായിട്ട് ഒരു ഇടപെടലും നടത്താനായിട്ട് UN സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങറ്റത്ത് കിടക്കുന്ന നമ്മളെപ്പോലും ഇത്തരത്തിലുള്ള വാറുകൾ ഇത്രത്തോളം അഫക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ശീതൽ പറഞ്ഞ പോലെ കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അതായത് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ഇന്ത്യയുടെ ഒരു കരുതൽ ശേഖരത്തെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. പല രാജ്യങ്ങളും കുറച്ച് നാളത്തേക്കുള്ള കരുതലുകൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ അവസ്ഥ അതല്ല. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി എന്തിനും അഭിപ്രായമുള്ള ആളാണ്. കേരളത്തിന് ഏതൊരു അവസരം കിട്ടിയാലും കേരളത്തെ കടന്നാക്രമിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പായിട്ട് കൂടി അതിനെതിരെ കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാനോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോ നമ്മൾ കണ്ടതാണ്, ഈ കോവിഡിന്റെ സമയത്ത് എല്ലാ ദിവസവും 6 മണിക്ക് മുഖ്യമന്ത്രി വരുന്നത് നോക്കി ടിവിയുടെ മുന്നിൽ ഇരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതുപോലെ അതത് മേഖലയിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് അതത് മിനിസ്റ്റേഴ്സ് വന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ളതെങ്കിലും, പക്ഷേ ഇതിൽ നിന്നെല്ലാം ഈസി ആയിട്ട് കൈയൊഴുകയും അതേസമയം ബാക്കിയുള്ള എല്ലാത്തിലും പോയി തലയിടുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപിയിൽ നിന്നും. അദ്ദേഹം മന്ത്രിയും കൂടിയാണല്ലോ. അതെ. എന്നിട്ടും ഇങ്ങനെയാണ് എന്നത്. അപ്പൊ എത്രത്തോളം കേന്ദ്ര സർക്കാരിന്, എനിക്ക് തോന്നുന്നു കേരളത്തെ ആയിരിക്കും ഇത്രത്തോളം ബാധിക്കുന്നത്. കാരണം ഈ LPG ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൗ ഉപയോഗിച്ച് കത്തിക്കുന്ന ഇത്രത്തോളം ആളുകൾ ഉള്ളത് കേരളത്തിലാണ്. അതേസമയം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ വിറകടുപ്പുകൾ തന്നെയാണ്. അവരുടെ ജീവിത രീതിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം അഡ്രസ് ചെയ്യണ്ട എന്നുള്ള ഒരു അഭിപ്രായമായിരിക്കും മേ ബി അവർക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ചതല്ലല്ലോ അവസ്ഥ. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഈ പൊളിറ്റിക്സിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഇപ്പം നമുക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ 2 ഷിപ്പ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ. അതിനകത്ത് ആ കാര്യത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇറാൻ അംബാസിഡർ, ഇന്ത്യയിലുള്ള ഇറാൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് അതൊരു മാനുഷിക പരിഗണന വെച്ച് ഒരു സുഹൃത്തിനെ പോലെ കണ്ടുകൊണ്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ള ആ ഒരു സൗഹൃദ മനോഭാവം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് എന്നുള്ള. അപ്പം അത് പറയുമ്പോഴും അവരുടെ ഒരു ഔദാര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ ഔദാര്യം ഇത്രം എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ, അതായത് ഇസ്രായേലിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് തിരിച്ചു വന്നു പിറ്റേ ദിവസമാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. അവിടെ ചെന്ന് അദ്ദേഹം ഫാദർലാൻഡ് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിക്ക്, ഇന്ത്യക്കാരി എന്നുള്ള രീതിക്ക് നമുക്കൊറ്റ ലാൻഡല്ലേ ഉള്ളൂ. അത് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് മാറി മറിച്ച് പറയേണ്ട കാര്യമാണ്. തന്നെയല്ല, നമ്മുടെ പോളിസി കുറെ നാളുകളായിട്ട് ഇറാനെ ഒന്നും പിണക്കുന്ന രീതിയിലല്ല. അതിന് കൃത്യമായ പാറ്റേൺ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇറാനെ ഒന്നും പിണക്കുന്ന രീതിയിലല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങളും എങ്കിലും ഈ ഒരു മാനുഷിക പരിഗണന അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നമുക്കിപ്പോൾ ഈ 2 ലോട്ടെങ്കിലും വന്നിട്ടുണ്ടാവുക. മുന്നോട്ട് അധികം പിണക്കാതെ പോകാൻ പറ്റുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് പോകാൻ പറ്റും. കാര്യം മുന്നേ സൂചിപ്പിച്ച പോലെ ഓരോ കപ്പൽ വരാനും ഓരോ വട്ടവും ഈ എന്താ പറയുക കടമ്പകളൊക്കെ കടന്ന് തന്നെ വേണം വരാൻ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ആണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് മറുപടി പറയുമായിരിക്കും. അത് പറയാനുള്ള കണ്ടന്റ് കയ്യിലുണ്ടാവണമല്ലോ.
വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ CM-ന്റെ കാര്യം എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ കയ്യിലായിരുന്നു ഫുൾ അതോറിറ്റി, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ സുരേഷ് ഗോപിക്ക് പരിമിതി ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും. ഇല്ല, അദ്ദേഹം കൈകാര്യം ചെയ്യണ വകുപ്പ് എന്റെ അറിവിൽ പെട്രോളിയം ഗ്യാസ് തന്നെയാന്ന് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് പരിമിതി? പക്ഷെ അദ്ദേഹം കൈയൊഴിയാണ്. അദ്ദേഹം പറയണ അവിടെ ഗ്യാസ് ഇവിടെ ഗ്യാസ്, അതിനെ കുറിച്ചൊരു സമാധാനപരമായിട്ടുള്ള ഒരു ആശ്വാസം പോലും അദ്ദേഹത്തിന്റെ കിട്ടുന്നില്ല എന്നാണ്. പ്രാഥമികമായിട്ടൊരു സർക്കാർ ചെയ്യേണ്ടത് സ്വന്തം ജനതയുടെ വെൽഫെയർ നോക്കുക എന്നുള്ളതാണ്. അതിന് പകരം ആ രാജ്യത്ത് പോവുകയും ഈ രാജ്യത്ത് ഇതൊന്നും വേണ്ടെന്നല്ല, നയതന്ത്രപരമായ ബന്ധങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടിയ സാധനം തന്നെയാണ്. പക്ഷെ അത് ഉപയോഗപ്പെടേണ്ട സാഹചര്യത്തിൽ ഉപയോഗപ്പെടുന്നില്ല. ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണ്ട. ഇപ്പൊ ഉപകാരം ഉണ്ടായില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്ന തരത്തിലെങ്കിലും ഡിപ്ലോമാറ്റിക് ചാനലുകൾ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിപ്പം വിശ്വഗുരുവിന്റെ നാട്ടില് വിറകടുപ്പിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാവുന്നതെന്ന് കാത്തിരുന്ന് കാണണം.